പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ച. പുറപ്പാട് പുസ്തകം 13 അധ്യായം 21 വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ജീവിതം പലപ്പോഴും ഒരു മരുഭൂമി പോലെയാണെന്ന് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അനിശ്ചിതത്വം, ഭയം, വഴിതെറ്റൽ, ഇരുട്ട് ഇവയെല്ലാം നമ്മെ ചുറ്റുമ്പോൾ മുൻപോട്ട് പോകേണ്ട ദിശ പോലും വ്യക്തമായിരിക്കാതെ നിൽക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന വലിയ ചോദ്യമാണ്, എന്നെ ആരാണ് നയിക്കുന്നത്? ഇന്നത്തെ വചനം അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. ദൈവം നയിക്കുന്നവൻ ഒരിക്കലും വഴിതെറ്റുകയില്ല. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് മോചിതരായപ്പോൾ അവർ സുഖസൗകര്യങ്ങളിലേക്കല്ല ഉടൻ എത്തിയത്, മറിച്ച് ഒരു മരുഭൂമിയിലേക്കാണ് പ്രവേശിച്ചത്. അവിടെ അനിശ്ചിതത്വവും ഭീഷണികളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവരെ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. പകലിൽ അവൻ മേഘസ്തംഭമായി അവരുടെ മുമ്പിൽ നിന്നു അവരുടെ യാത്രയെ സംരക്ഷിക്കുകയും ചൂടിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. രാത്രിയിൽ അവൻ അഗ്നിസ്തംഭമായി അവരുടെ വഴിയെ പ്രകാശിപ്പിച്ചു, ഇരുട്ടിൽ ദിശാബോധം നൽകി. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ദൈവം ദൂരെ ഇരുന്ന് കാണുന്ന ഒരാളല്ല, മറിച്ച് തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടക്കുകയും അവരുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? എവിടേക്കാണ് പോകേണ്ടത്? എന്നാൽ ദൈവത്തിൻ്റെ മറുപടി പലപ്പോഴും ഒരു വിശദമായ പദ്ധതി ആയിരിക്കുകയില്ല, മറിച്ച് അവൻ്റെ സാന്നിധ്യമാണ്. അവൻ നമ്മെ വഴി കാണിച്ചു തരുന്നത് മാത്രമല്ല, അവൻ തന്നെയാണ് നമ്മുടെ വഴി. അവൻ്റെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നു. മേഘസ്തംഭം ദൈവത്തിൻ്റെ കരുതലിനെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുമ്പോൾ അഗ്നിസ്തംഭം അവൻ്റെ പ്രകാശത്തെയും ദിശാബോധത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം മുന്നിൽ നിൽക്കുമ്പോൾ വഴിതെറ്റൽ അസാധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മാർഗദർശിയാണ്. അവൻ നയിക്കുമ്പോൾ ഭയം മങ്ങുന്നു, വിശ്വാസം ശക്തമാകും. സഭാപിതാവായ പരിശുദ്ധ ഗ്രിഗോറിയോസ് ഓഫ് നിസ്സ വ്യക്തമാക്കുന്നത്, മേഘവും അഗ്നിയും ദൈവത്തിൻ്റെ രൂപങ്ങളല്ല, മറിച്ച് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സിദ്ധാന്തമല്ല, അതനുഭവിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അവൻ നമ്മോടൊപ്പം നടക്കുന്നു, നമ്മെ കൈപിടിച്ച് നയിക്കുന്നു, നമ്മെ വിട്ടുകളയുന്നില്ല. അതുകൊണ്ട് പ്രിയരെ, ജീവിതത്തിൽ ആശയക്കുഴപ്പത്തിൽ ആകുലതകളിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ സാന്നിധ്യം തേടുക. ഭയപ്പെടുമ്പോൾ അവൻ്റെ പ്രകാശം ഇരുട്ടിൽ തെളിയും. ക്ഷീണിതരാകുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമ്മെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പാണ്. മനുഷ്യരുടെ പിന്തുണ മാറാം, സാഹചര്യങ്ങൾ മാറാം, എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും മാറുകയില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ ഏറ്റവും കഠിനമായ വഴികളും സുരക്ഷിതമാകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മാർഗദർശനവും ശക്തിയുമാകുന്നു. മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒരു പഴയ ചരിത്ര സംഭവത്തിലുപരി അതിന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാം. ദൈവം നയിക്കുന്നവനായാൽ ഒരിക്കലും വഴിതെറ്റുകയില്ല. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പാണ്. അവൻ്റെ ദിശാബോധം നമ്മുടെ സുരക്ഷയാണ്. അവൻ്റെ കൂടെ നടക്കുന്നത് നമ്മുടെ വിജയമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ തീരുമാനിക്കാം. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ തന്നെയാണ് ഞങ്ങളുടെ വഴികാട്ടി. മേഘസ്തംഭമായി ഞങ്ങളെ രക്ഷിക്കണമേ. അഗ്നിസ്തംഭമായി ഞങ്ങളുടെ ഇരുട്ടിൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ വഴിതെറ്റുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളെ തിരികെ നയിക്കണമേ. ഭയപ്പെടുമ്പോൾ നിന്റെ ശക്തി ഞങ്ങളെ ധൈര്യമുള്ളവരാക്കണമേ. ഓരോ ദിവസവും
നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.